എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു 10 ദിവസം മതി ഈ വൈൻ ഉണ്ടാക്കാനായിട്ട്. 2 ദിവസമേ ഉള്ളൂ ശരിക്കുള്ള പണി, പിന്നെ ബാക്കിയുള്ള ദിവസം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരിതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന വൈൻ എന്ന് പറയുന്നത് റൈസ് വൈനാണ്. റൈസും അതുപോലെ ഉണക്ക മുന്തിരിയും കൂടെ ഇട്ടിട്ടുള്ള ഒരു വൈനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വീര്യമുള്ളൊരു വൈനാണ്. അപ്പോൾ 2 ദിവസം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ബാക്കിയുള്ള ദിവസം നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മളിവിടെ കുറച്ച് ക്രാൻബെറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രാൻബെറി എന്ന് പറഞ്ഞാൽ റെഡ് കളറിലുള്ളൊരു ഡ്രൈ ഫ്രൂട്ടാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തത്. നമ്മൾ ഒരുപാട് വൈൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈനാണ്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ടുള്ളതൊരു കണ്ടു നോക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ എല്ലാ വൈൻ വീഡിയോയിലും പറയുന്ന പോലെ, അപ്പോൾ നമ്മൾ വൈനിനെടുക്കുന്ന കുപ്പി ഗ്ലാസ് കുപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ വൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തടിത്തവി എടുക്കാൻ മറക്കരുത്. അതൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. പിന്നെ നമ്മൾ അച്ചാറിട്ടതോ പുളി സൂക്ഷിച്ചതോ ആയിട്ടുള്ള പാത്രങ്ങളിൽ വൈനിട്ട് വെക്കരുത്, ചീത്തയായിപ്പോവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ഈസി വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ വൈൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പച്ചരിയാണ്. പച്ചരി അല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി അരി പച്ചരി ടൈപ്പുള്ളത് എടുക്കണം. ഇഡ്ഡലി ദോശ അരി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിലോട്ട് തന്നെ വെള്ളമയം ഇപ്പോൾ ഇല്ല. അപ്പോൾ അരി എടുത്തിട്ടുണ്ട് 1/2 കപ്പ്, 125 മില്ലിയുടെ കപ്പാണ്. പിന്നെ വേണ്ടത് കറുത്ത മുന്തിരിങ്ങയാണ്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങയോടൊപ്പം കുറച്ച് ക്രാൻബെറിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി 1/2 കപ്പാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരേ കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 ലിറ്റർ വെള്ളമാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ട് വെച്ചിരിക്കുന്ന, ഒട്ടും തന്നെ ചൂടില്ല. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് വേണം. 2 ഏലക്ക, ഒരു കറുവപ്പട്ട, പിന്നെ ഒരു തക്കോലം, ഇത്ര എടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് വേണം, എക്സ്ട്രാ ഒരു വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഇത് വേണമെങ്കിൽ എടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര വേണം. ഞാനിവിടെ 1 കപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്, ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. പഞ്ചസാര നിങ്ങൾക്ക് 2 കപ്പ് വരെ ചേർക്കാവുന്നതാണ് ഈ ഒരു മെഷർമെൻറ്റിന്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന കുപ്പിയിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ മുന്തിരിങ്ങയും ക്രാൻബെറിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ്, അതുപോലെ തന്നെ സ്പൈസസും പിന്നെ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിലും ഇതിലിങ്ങനെ ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. സെപ്പറേറ്റ് ആയിട്ട് ആക്റ്റീവ് ആക്കിയിട്ടിൽ ചേർക്കണം എന്നില്ല, ഇത് കിടന്നത് ആക്റ്റീവ് ആയിക്കോളും. പഞ്ചസാരയും കൂടെ ചേർത്തു. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കുപ്പിയുടെ മുഴുവനായിട്ട് അങ്ങ് നിറയ്ക്കരുത്. കാരണം നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്ന കാരണം ഇത് ഫെർമെൻറ്റ് ചെയ്ത് തൂകിപ്പോകും. അതുകൊണ്ട് ഒരു 1/4 സ്പേസ് ബാക്കിയിട്ടിട്ട് വേണം നമ്മളെപ്പോഴും വെള്ളം നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 ലിറ്റർ വെള്ളം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വൃത്തിയുള്ളൊരു തടിത്തവി വെച്ചിട്ട് ഈ പഞ്ചസാര അലിയുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് വേണം നമുക്കിത് അടച്ച് വെക്കാനായിട്ട്. ഈ വെള്ളത്തിന് ഒട്ടും തന്നെ ചൂടില്ല. നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഒരു ടവലിട്ട് ഇത് കവർ ചെയ്തിട്ട് അതിൻ്റെ വായ്ഭാഗം ഒന്ന് മൂടി കെട്ടുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ അടപ്പ് വെക്കുന്നത്. ഒരുപാട് ടൈറ്റായിട്ടല്ല ഇത് അടച്ച് വെക്കുന്നത്. നമ്മളിങ്ങനെ കെട്ടുന്നത് എന്തെങ്കിലും പ്രാണികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വൈൻ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടവൽ വെച്ചിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് ഈ വൈന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 2 ദിവസമാണ് നമ്മളിത് ഇളക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്കിത് അരിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസമായപ്പോൾ തന്നെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് ആ ഒരു മുന്തിരിങ്ങയും ക്രാൻബെറിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം മുകളിൽ വന്ന് അടിഞ്ഞിട്ടുമുണ്ട്. നന്നായിട്ടൊന്ന് ഒരേ ഡയറക്ഷനിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് അതേപോലെ ഒന്ന് മൂടിക്കെട്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഒരേ സമയം തന്നെ ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു വൈൻ പല രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിത് ഏറ്റവും ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അടച്ചു വെച്ചിട്ട് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാം. അങ്ങനെ നമ്മളിപ്പോൾ വൈനിട്ട് വെച്ചിട്ട് 3ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ കാണാം ആ ഒരു അരിയൊക്കെ നന്നായിട്ട് പുളിച്ച് നന്നായിട്ട് ഈ ഒരു വൈൻ കലങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ അരി നമ്മളിതിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈൻ ഒരുപാട് അങ്ങ് പുളിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഒരു 3ാമത്തെ ദിവസമായപ്പോൾ ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു അരിപ്പയിലേക്ക്, ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് നമുക്കിത് അരിച്ചൊഴിക്കാം.
നമ്മൾ അരിയും കൂടി ഇട്ടിട്ട് അങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് കലങ്ങിയിട്ട് ഒരുപാട് പുളിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3-ാമത്തെ ദിവസം അരിച്ച് മാറ്റിയത്. അപ്പോൾ നമ്മൾ ഈ അരിച്ച് മാറ്റിയത് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു കുപ്പിയിൽ തന്നെ ഈ വൈന് ഒഴിച്ചിട്ട് ഒരു 10 ദിവസം അനക്കാതെ നമുക്കിത് വെക്കാം. ഈ ഒരു വൈനിൻ്റെ ഫെർമെൻറ്റേഷൻ മുഴുവനായിട്ടും ഇപ്പം കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊരു 10 ദിവസം കൂടി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ മധുരം നോക്കിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു വൈൻ ഫെർമെൻ്റായി കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മധുരമൊക്കെ പോയിട്ടൊരു കയ്പ്പ് രസമായിരിക്കും. അത് സ്വാഭാവികമാണ്. പഞ്ചസാരയും ഈസ്റ്റും കൂടെ ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ടാണത്. നന്നായിട്ട് പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 ദിവസം ഇത് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് അനക്കാതെ മാറ്റി വെക്കാം. പിന്നീട് ഇത് ഇളക്കേണ്ട ആവശ്യമില്ല, അനക്കാതെ മാറ്റി വെക്കാവുന്നതാണ്. 10 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്കിത് മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ഒരു 10 ദിവസം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈന് താഴെ അതിൻ്റെ മട്ടിയൊക്കെ അടിഞ്ഞ് അത്യാവശ്യം ഒരു ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഇത് കുറച്ചുകൂടെ ഇരിക്കുമ്പോഴാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു സ്പൈസാണ് മുകളിലിങ്ങനെ കിടക്കുന്നത്. പിന്നെ നമ്മൾ അരി വൈനാണല്ലോ ഇത്. അപ്പോൾ അരിയിൽ നിന്നുള്ള ഒരു തവിടിൻ്റെ എണ്ണ പോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വൈൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈൻ്റെ ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല വീര്യമുള്ളൊരു വൈനാണ്. ഇതിരിക്കും തോറും നല്ല വീര്യം കിട്ടുന്ന ഒരു വൈനാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വൈൻ ഉണ്ടാക്കുന്നത് ലീഗലാണ്. ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാട്ടിൽ ഉള്ളവർ അവിടുത്തെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ നോക്കിയിട്ട് വേണം വൈൻ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ നമ്മളുടെ ഇതിന് മുൻപുള്ള വൈൻ്റെ റെസിപ്പീസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടു നോക്കാൻ മറക്കരുത്. കൂടുതൽ ക്രിസ്മസ് റെസിപ്പീസുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.